അങ്ങനെ നന്നായിട്ട് കഥ പറഞ്ഞു പോവുക എന്നുള്ള, കഥ മാത്രമല്ല നോവലെങ്കിലും കഥ പറഞ്ഞു പോവുക, ഒരു കഥ ഉണ്ടാവുക, അത് വലിയ കാര്യമല്ലേ. നമ്മൾ പറയില്ല ഒരു കഥയില്ലാത്തവന്റെ ഒപ്പം എന്റെ മോള് ഒളിച്ചോടി പോയതിനെ പറ്റി ഒരു കാലത്ത് ആളുകളോട് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഒരു കഥയില്ലാത്ത ഒരുത്തിന്റെ ഒപ്പം എന്റെ മോള് പോയതെന്നുള്ള ഒരു കഥയുണ്ട്. ഈ പറയാൻ ഒരു കഥയുണ്ടാവുക, അതിന് ഇണങ്ങിയ ഒരു ഭാഷ ഉണ്ടാവുക, അതിനപ്പുറമുള്ള വൈവിധ്യങ്ങളിലേക്കും ലോകാനുഭവങ്ങളിലേക്കും സഞ്ചരിക്കാൻ ശ്രമം നടത്തുക, അത്രയുമാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം അതിൽ ചില വാർപ്പ് മാതൃകകളൊക്കെ വന്നുപെട്ടിട്ടുണ്ടാവും. അത് ഈ നോവലാണ് ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ യോസയൊക്കെ എഴുതിയ നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ നാടിന്റെ രക്തം ഇങ്ങനെ ഇറ്റു വീഴുന്ന, പേടിച്ചു പോകുന്ന, ഒരു നാട് എന്താണ് എന്നൊക്കെ വന്നു പോകുന്ന തരത്തിലുള്ള നോവലുകളാണ്. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ്, അധികാരത്തെ അതിന്റെ സമഗ്രമായ രൂപത്തിൽ. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ബിഗ് ബ്രദർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പേടിച്ചു പോകുന്ന, അത് വായിക്കുന്നവർ വരെ പേടിക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അതിന്റെ ആഖ്യാന സ്വഭാവത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ്. ആ രീതിയിലേക്ക് അത് പോകാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നില്ല. ഞാൻ അധികം നിൽക്കുന്നില്ല. ധാരാളം ഇങ്ങനെ പറയാൻ നോവലിനെ കുറിച്ച് പറയാനുണ്ട്, മനുഷ്യനെ കുറിച്ച് പൊതുവെ പറയാനുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ അതിന് മുമ്പേ മറ്റു മൃഗങ്ങളൊക്കെ ആയിട്ട് ദൈവം ആലോചിച്ചു എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ പറയുന്നത് ഒരു തെയ്യക്കാരുടെ ഒരു ഇതിലുള്ളതാണ്. കുരങ്ങ് പറഞ്ഞു 20 കൊല്ലം ഞാൻ തരാം, ഒരു വ്യത്യസ്തനായ ഒരു ജീവിയെ നിർമ്മിക്കുന്നില്ല, 20 കൊല്ലം ഞാൻ തരാം. കുതിര പറഞ്ഞു 20 കൊല്ലം എന്റെ വകയുണ്ട്. കഴുത പറഞ്ഞു 20 കൊല്ലം എന്റെ വക. നായ പറഞ്ഞു 20 കൊല്ലം എന്റെ വക. മൂങ്ങ പറഞ്ഞു 20 കൊല്ലം. ഇതാണ് മനുഷ്യ ജീവിതമെന്നാണ് പറയുന്നത്. ആദ്യത്തെ 20 കൊല്ലം കുരങ്ങിനെ പോലെ നമ്മൾ ചാടി അങ്ങനെ നിന്നു. രണ്ടാമത്തെ കുതിരയെ പോലെ തന്നെയാണ് ഒരു യൗവന അന്തരീക്ഷത്തിലേക്ക് ഒരു 40 കൊല്ലം അങ്ങനെ പോയി. പിന്നെ 20 കൊല്ലം കഴുതയെ പോലെയാണ് അയാൾ ജീവിക്കുന്നത് എന്ന് കാലത്ത് തന്നെയാണ്. ഇത് കേരളത്തിൽ വളരെ വിഖ്യാതമായതാണ്. പിന്നെ ഒരു കാവക്കാരന്റെ റോളിൽ 20 കൊല്ലം അതും കഴിച്ചിട്ട് പിന്നെയാണ് മൂങ്ങയെ പോലെ മൂടിക്കൊണ്ടിരിക്കുക, അതിലപ്പുറം ഒരു ദൗത്യവും ഇല്ലാതിരിക്കുക എന്ന നിലയിലേക്ക് എത്തുന്നു പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തെ തന്നെയാണ് അനന്ത വൈവിധ്യങ്ങളോടെ, എത്ര വൈവിധ്യങ്ങളാണ്, നമ്മൾ കാണാത്ത എന്തെല്ലാം അനുഭവങ്ങളാണ് ഈ നോവൽ സാഹിത്യത്തിൽ വന്നു പോകുന്നത്. മറ്റു പലതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവർക്കും പ്രവേശനമുള്ള, ആരും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരവരുടെ സ്വന്തം ലോകം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സാഹിത്യ രൂപം എന്ന നിലയിലും കൂടിയാണ് നോവലിന്റെ പ്രത്യേകത.